നാലാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 16-ാം തീയതി രാവിലെ 10 മണിക്ക് മനപ്പള്ളി പുതുശ്ശേരി ഓഡിറ്റോറിയത്തിൽ വെച്ച് കഴിഞ്ഞ MG യൂണിവേഴ്സിറ്റി BSc കെമിസ്ട്രി പരീക്ഷയിൽ 1-ാം റാങ്ക് നേടിയ കുമാരി MK കൃഷ്ണപ്രിയയെ ആദരിക്കലും ബിജു MT അനുസ്മരണ സമ്മേളനവും നടന്നു. ഷീബ പ്രദീപ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ VS ബിബി അധ്യക്ഷത വഹിച്ചു. BCC ജനറൽ സെക്രട്ടറി MJ ടോമി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് AG സഹദേവൻ പുരസ്കാര സമർപ്പണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PJ അനിരുദ്ധൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. MM പ്രമുഖൻ TG വിജയൻ തുടങ്ങിയ നിരവധി പ്രമുഖർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. TG നാരായണൻകുട്ടി നന്ദിയും പറഞ്ഞു. 4-ാം വാർഡിന്റെ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ വാർഡിൽ നമുക്കൊരു അഭിമാനമാണ്. കൃഷ്ണപ്രിയക്ക് BSc കെമിസ്ട്രി പരീക്ഷയിൽ 1-ാം റാങ്ക് കിട്ടിയതിന്. അപ്പം നമുക്ക് അവരുടെ അച്ഛനും അമ്മനെയും നമുക്ക് ആദ്യമായി അവരുടെ പ്രോത്സാഹനം കൊണ്ടുമാണ് ഈ കുട്ടിക്ക് റാങ്ക് കിട്ടാൻ കാരണം. പിന്നെ നമ്മുടെ ബിജു മരിച്ചിട്ട് ഇപ്പം 2-ാം ചരമവാർഷികമാണ്. ജൂൺ 12-ാം തീയതി ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഇപ്പം ഇന്ന് നമ്മൾ അതും കൂടി ഉദ്ദേശിച്ചാണ് ഇപ്പം ഇന്ന് ഇതിൻ്റെ തീർത്തിരിക്കുന്നത്. അപ്പം ഈ യോഗത്തിൽ ആദ്യമായി അധ്യക്ഷൻ ബിബിയെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ DCC ജനറൽ സെക്രട്ടറി MJ ടോമി ചേട്ടനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ AG സഹദേവൻ ചേട്ടനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് PJ അനിരുദ്ധൻ അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുൻ മണ്ഡലം പ്രസിഡന്റ് MM പ്രമുഖൻ അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. പിന്നെ വിജയൻ ചേട്ടൻ വന്നിട്ടില്ല. ബ്ലോക്ക് സെക്രട്ടറി ശ്രീ A ഡക്ലസ് ചേട്ടനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. പിന്നെ രാജൻ ചേട്ടൻ വന്നിട്ടില്ല. ബൂത്ത് പ്രസിഡന്റ് ശ്രീ NM രാഘവൻ അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. പിന്നെ വാർഡ് പ്രസിഡന്റ് TG നാരായണൻകുട്ടി അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ബൂത്തിലെയും വാർഡിലെയും എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. കൃഷ്ണപ്രിയ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. കുറച്ച് നാളുകളായി നമ്മുടെ വാർഡിൽ ഇതുപോലുള്ളൊരു പൊതുയോഗം വെച്ചിട്ട് നടന്നിട്ടില്ല. ഇപ്പം തന്നെ കുറച്ച് സമയം കൊണ്ടാണ് ഈ പരിപാടികളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തത്. അതിൻ്റെ കുറേ പോരായ്മകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ആ പോരായ്മകളൊക്കെ ഇനി വരും കാലങ്ങളിൽ പുതിയ പുതിയ പരിപാടികളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോയാലേ നമ്മുടെ ഈ പാർട്ടിക്ക് ഒരു വളർച്ച ഉണ്ടാവുള്ളൂ. അതിന് നമ്മുടെ പാർട്ടിക്കാരായവരും അല്ലാത്തവരെയും നമുക്ക് ഈ പാർട്ടിയുടെ കൂടെ നിർത്താനുള്ളൊരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകണം. 4-ാം വാർഡ് എന്തായാലും ഈ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മണ്ണാണ്. നമുക്കറിയാം, ശ്രീ KC എബ്രഹാം മാസ്റ്റർ മുതൽ ശ്രീ രാജൻ മാഷ്, അങ്ങനെ ഒരു ഒട്ടേറെ പ്രമുഖർ, ഷായിച്ചേടൻ, നമുക്ക് എന്നും ഈ പാർട്ടിക്ക് വഴികാട്ടിയായി നിന്നിട്ടുള്ള ഒട്ടേറെ പേരുണ്ട് ഇവിടെ. അപ്പം നമ്മുടെ പാർട്ടിക്ക് ഇപ്പോഴും അണികൾ പ്രവർത്തകരുമുണ്ട്. അപ്പോൾ എല്ലാവരും ഈ യോഗത്തിൽ എത്തിച്ചേർന്നില്ല, കുറേ ആളുകൾ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഈ വാർഡിന് ഏറ്റവും കൂടുതൽ വാർഡിന് മാത്രമല്ല നമ്മുടെ വൈപ്പിങ്കരക്കാർക്ക് അല്ലെങ്കിൽ കേരളത്തിന് അഭിമാനമായി മാറിയിരിക്കുന്ന ശ്രീ കുമാരി കൃഷ്ണപ്രിയ, നമുക്ക് വാക്കുകൾക്ക് അപ്പുറത്താണ് ആ കുട്ടിയുടെ ഒരു വിജയം. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ +2 SLC പരീക്ഷകളിലെല്ലാം ഫുൾ A+ കിട്ടിയ ഒരു കുട്ടിയാണ്. പക്ഷെ അതിൻ്റേതായ ഒരു ഒതുക്കത്തിലും ഇതിലും മാത്രമായിട്ട് നിന്നിട്ടുള്ള ഒരു ബോർഡ് വെക്കണതിനോട് ഒരു താല്പര്യം കാണിക്കാതെ, അല്ലെങ്കിൽ മറ്റുള്ള ബോർഡുകൾ ഞങ്ങൾ വെക്കാമെന്ന് പറഞ്ഞപ്പോഴും പലപ്പോഴും അത് വേണ്ട, മറ്റുള്ളവർ അറിയുന്നത് ഇഷ്ടമല്ലാത്ത ഒരു പ്രകൃതമാണ്. +2 റിസൾട്ട് വന്നതിന് ശേഷം പ്രിയപ്പെട്ട നമ്മളുടെ കൃഷ്ണപ്രിയ പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്ന ഒരു വാക്കിപ്പോൾ പറയുന്നു. ഏതായാലും ഈ റിസൾട്ടുകൾ വന്നതിന് ശേഷം എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള അഭിനന്ദനങ്ങൾ നടക്കുകയാണ്. നമ്മൾ അഭിനന്ദിക്കാൻ വേണ്ടി കൃഷ്ണപ്രിയയെ വിളിക്കാൻ ചെന്നപ്പോൾ ഞാനതിന് അങ്ങനെ താല്പര്യമില്ല എന്ന് കൃഷ്ണപ്രിയ പറഞ്ഞതുപോലെ തന്നെയാണ് പല വിദ്യാർത്ഥികളും പറയാറുള്ളത്. വേണ്ട, അതൊരു അങ്ങനെ പറയുന്നത് സ്വന്തമായി അവർ പഠിച്ച് വലുതായി പുരസ്കാരങ്ങൾ നേടുമ്പോൾ അവരതിൽ അഹങ്കരിക്കുന്നില്ല, അല്ലെങ്കിൽ അവരത് ഇതൊരു മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനിങ്ങനെ ഒരു പുരസ്കാരം നേടിയ വ്യക്തിയാണ് എന്ന് പറഞ്ഞ്
അങ്ങനെ ഒരു പ്രത്യേക രീതി അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം, സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന് ഈ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. അത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. നിങ്ങൾ പഠിക്കുന്നു, നിങ്ങളെ രക്ഷകർത്താക്കൾ വളരെ ബുദ്ധിമുട്ടി എല്ലാ പ്രോത്സാഹനവും നൽകി നിങ്ങളെ പഠിപ്പിക്കുന്നു. പക്ഷെ പഠിച്ച് നിങ്ങൾ വലുതായി വരുമ്പോൾ, നിങ്ങളുടെ പഠനം മികവുകൾ നേടിക്കഴിയുമ്പോൾ നിങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ, രാജ്യത്തിൻ്റെ മാറ്റി നിർത്താൻ പറ്റാത്ത സ്വത്തായി മാറുകയാണ്. പിന്നെ നിങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. ഇപ്പോൾ BSc കെമിസ്ട്രി പരീക്ഷയിൽ 1ാം റാങ്ക് നേടുക എന്ന് പറഞ്ഞാൽ കൃഷിപ്രിയയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. അതോടൊപ്പം നമ്മുടെ നാടിനും, നമ്മുടെ നാടിപ്പോൾ മനപ്പള്ളിയിൽ ദിവാർച്ചേട്ടൻ്റെ പേരക്കുട്ടി എന്ന് പറയുമ്പോൾ, കൃഷ്ണകുമാറിൻ്റെ മകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അത് മനപ്പള്ളിയിലും നമ്മുടെ വൈപ്പിൻകരയിലും നമ്മുടെ പ്രദേശത്തുമെല്ലാം നമ്മുടെ നാടിൻ്റെ യശസ്, കീർത്തി ഉയരുകയാണ്. അതാണ് വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുമ്പോൾ നമ്മുടെ നാടിന് കിട്ടുന്ന പ്രത്യേകത. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട് പലതുകൊണ്ട് സമ്പന്നമാണ്. നേരത്തെ പറഞ്ഞു എബ്രഹാം മാസ്റ്റർ കാര്യം. ആരിപ്പോൾ എത്ര തലമുറ കഴിഞ്ഞാലും കോൺഗ്രസിൻ്റെ നേതാവ് എബ്രഹാം മാസ്റ്റർ. അയ്യമ്പള്ളി എന്ന് പറയുമ്പോൾ, മനപ്പള്ളി എന്ന് പറയുമ്പോൾ എബ്രഹാം മാസ്റ്ററുടെ പേര് ചേർത്ത് വായിക്കുകയാണ് അതിനോടൊപ്പം. നമ്മളോടൊപ്പം നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ, അതിന് ശേഷമുള്ള രാജൻ മാഷായാലും കെ ഷാജി ആയാലും ഒക്കെ നമ്മൾ പേര് പറയുമ്പോൾ നമ്മൾ ഓർക്കാൻ കാര്യം എന്താണ്? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഓരോ സാക്ഷ്യപ്പെടുത്തലുകൾ നടത്തിയതിന് ശേഷമാണ് അവർ ഈ ലോകത്ത് നിന്ന് വിട വാങ്ങിയത്. അങ്ങനെ മരിച്ചുപോയോ? ജീവിച്ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെ ഓർമ്മിക്കുന്നു. ഇവിടെ ബിജുവിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ സജീവ പ്രവർത്തകനായിരുന്നു ബിജു, 2ാം ചരമവാർഷികമാണ്. ഇങ്ങനെ ബിജു, നമ്മൾ എന്തോരം മനുഷ്യർ നാട്ടിലുണ്ട്. പക്ഷെ ബിജുവിനെ ഓർമ്മിക്കുന്നത് എന്താണ്? ബിജു ജീവിച്ചിരുന്നപ്പോൾ പൊതുസമൂഹത്തിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നതുകൊണ്ട് നമുക്ക് ബിജുവിനെ മറക്കാൻ കഴിയില്ല. ബിജുവിനെ നമ്മൾ ഓർമ്മിപ്പിക്കുമ്പോഴാണ് ഈ സമൂഹത്തിലെ മറ്റുള്ളവർ ഓർക്കുന്നത്. ബിജു മരിച്ചിട്ട് 2 വർഷമായി. ഇപ്പോൾ നമ്മൾ കെ ഷാജിയുടെ അനുസ്മരണം നടത്തുന്നു. എല്ലാവരും ചോദിക്കും, ഷാജി മരിച്ചിട്ട് ഇത്രയും കൊല്ലമായി. ഞാൻ പറഞ്ഞു വന്നത്, ചുരുങ്ങിയ ജീവിത കാലഘട്ടത്തിനിടയിൽ ഓർമ്മിക്കാൻ കഴിയുന്ന സാക്ഷ്യപ്പെടുത്തലുകളുമായി ഒരു തിരിച്ചുപോക്ക്, അതായിരിക്കട്ടെ ഓരോരുത്തരുടെ ലക്ഷ്യം എന്ന് സൂചിപ്പിക്കാൻ. BSc കെമിസ്ട്രിക്ക് എനിക്ക് പഠിക്കാൻ വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്തതെന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും, അതേപോലെ UC കോളേജിലെ എൻ്റെ എല്ലാ ടീച്ചർമാർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ ഇതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ ഇങ്ങനെ ഒരു ആദരവ് സംഘടിപ്പിച്ച കോൺഗ്രസ് കമ്മിറ്റിക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കൃഷ്ണപ്രിയയെ സംബന്ധിച്ചോളം അവൾ പഠിക്കുന്നൊരു കുട്ടിയാണ്. അവൾക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഞങ്ങൾ രക്ഷിതാക്കളെ ഞങ്ങൾ നൽകുന്നുണ്ട്. അവൾ ഏത് ബുക്ക് വേണം, എന്ത് വേണം, നോവലായാലും എന്തായാലും ഞങ്ങളത് പറയും. ഞങ്ങൾ ആ നിമിഷം തന്നെ എവിടെ നിന്ന് ആയാലും, കിട്ടാത്ത സ്ഥലത്ത് പോലും കിട്ടുന്ന കടയിൽ പോയി അത് വാങ്ങിച്ച് അവർക്ക് കൃത്യമായിട്ടുണ്ടെ കൊടുക്കും. അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ ഇരിക്കുകയാണ്. കാരണം ചെറുപ്പം മുതലേ തന്നെ എല്ലാത്തിനും ഫസ്റ്റ് റാങ്ക്, SSLCക്കായാലും ഫുൾ A+, +2-നായാലും ഫുൾ A+, ഇപ്പോൾ ഡിഗ്രിക്കാണെങ്കിലും റാങ്ക് കൂടി പാസ്സായി. അതിന് പ്രോത്സാഹിപ്പിച്ച എല്ലാ അധ്യാപകർക്കും, പിന്തുണ കൊടുത്ത എല്ലാവർക്കും ഏറ്റവും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ ഒരു ആദരവ് വളരെയേറെ സന്തോഷം നൽകുകയാണ്. ഒരു അമ്മ എന്ന നിലയിൽ കുഞ്ഞുനാളിൽ തുടങ്ങിയുള്ള അവരുടെ എല്ലാ പ്രവൃത്തികൾക്കും അങ്ങേയറ്റം സപ്പോർട്ടും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവളും അതനുസരിച്ച് തന്നെ നല്ല രീതിയിൽ കഠിനമായി അധ്വാനിച്ച് ആത്മാർത്ഥമായിട്ട് തന്നെ പരിശ്രമിച്ച് അവൾ നല്ല രീതിയിൽ വിജയം കൈവരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഇതിനുവേണ്ടി അധ്യാപകരും അതുപോലെ സ്കൂളുകളിലെ അല്ലെങ്കിൽ കോളേജുകളിലെ ആണെങ്കിലും ഒക്കെ എല്ലാവരുടെ പൂർണ്ണ സപ്പോർട്ടും അതിനൊക്കെ ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇനിയും അവൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് എന്നെക്കൊണ്ട് ഞങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകും. ശ്രീ MM പ്രമുഖൻ, ശ്രീ ബസു, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ ഷീബ പ്രദീപ്, കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ ഭാരവാഹി ശ്രീ PG നാരായണഗിരി, ഈ ബൂത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ MM രാഘവൻ, യോഗത്തിൽ സംബന്ധിക്കുന്ന ഈ കർഷക കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ഭാരവാഹി ശ്രീ ഷാജഹാൻ, 35-ാം ബൂത്ത് പ്രസിഡന്റ് ശ്രീ KT വേണു ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, 2022 ജൂൺ മാസം 12-ാം തീയതിയാണ് നമ്മുടെ മനപ്പള്ളിയിലെ
ഏറ്റവും സജീവ പ്രവർത്തകനായിരുന്ന നമ്മുടെ ഈ വാർഡിൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്ന ശ്രീ ബിജു ആകസ്മികമായി മരണപ്പെടുകയുണ്ടായി. വളരെ ഞെട്ടലോടുകൂടിയാണ് നമ്മളെന്ന വാർത്ത ശ്രമിച്ചത്. മരണം നമ്മളെ പലപ്പോഴും വളരെ തീരാ ദുഃഖത്തിലാക്കുന്ന സന്ദർഭങ്ങൾ മനപ്പിള്ളിൽ ഒട്ടനവധി ഉണ്ടായിരുന്നു. ശ്രീ ഷാച്ചേട്ടൻ ഉൾപ്പെടെയുള്ളവരെല്ലാം അത്തരത്തിലുള്ള ഒരു ആകസ്മികമായ നിര്യാണത്തിലൂടെയാണ് കടന്നുപോയത്. ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.